നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മീനൻ രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളുടെ ഫലം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യം, അത് ജോലി സംബന്ധമായിരിക്കാം, പണവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കാം. അതിൽ ഒരു നീക്കം കാണുന്ന ഒരു സമയമാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. ആദ്യമായി വരുന്ന അവസരം കണ്ട ഉടൻ നിങ്ങൾ എടുത്തു ചാടരുത്. ഈ ആഴ്ച മീനം രാശിക്കാർക്ക് വരുന്നത് എല്ലാം ഭാഗ്യം എന്നല്ല, ശരിയായത് തിരിച്ചറിയുന്നതിലാണ് നിങ്ങളുടെ നേട്ടം. പ്രത്യേകിച്ച് ആഴ്ചയുടെ മധ്യത്തോടെ ഒരു വാർത്തയോ ഫോൺ കോളോ സന്ദേശമോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ മുടങ്ങിക്കിടന്ന ഒരു കാര്യത്തിന് വീണ്ടും തുടക്കം കുറിക്കാനുള്ള അവസരം ഈ വാരം വരാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം നിങ്ങളുടെ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ആരാണ് സാമ്പത്തികമായി മുന്നേറാൻ പോകുന്നത്, ആരുടെ കുടുംബത്തിൽ സന്തോഷ വാർത്ത വരാം എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം. മീനം രാശിക്കാരുടെ ഈ ആഴ്ച തുടങ്ങുന്നത് തന്നെ ഒരു മാറ്റത്തിൻ്റെ സൂചനയോടെയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഒന്നും ശരിയായി നടക്കാത്തത് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പതുക്കെ മാറ്റം വരും. എല്ലാം ഒരുമിച്ച് ശരിയാകില്ല, പക്ഷേ ഒരു വാതിൽ തുറക്കും. അതാണ് പ്രധാനപ്പെട്ടത്. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്വം കൂടാൻ സാധ്യതയുണ്ട്. ആദ്യം അത് ഒരു ഭാരമായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ പിന്നീട് നോക്കുമ്പോൾ അത് തന്നെ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള അവസരമായി മാറാം. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നാലും അത് പറയുന്ന രീതിയിൽ ചെറിയ തെറ്റുണ്ടായാൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം. ജോലി അന്വേഷിക്കുന്ന മീനം രാശിക്കാർക്കും പ്രതീക്ഷ കൈവിടേണ്ട ആഴ്ചയല്ല ഇത്. പ്രത്യേകിച്ച് നേരത്തെ അപേക്ഷിച്ച ജോലി, പഴയൊരു കോണ്ടാക്ട്, അല്ലെങ്കിൽ മുമ്പ് സംസാരിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വീണ്ടും ബന്ധപ്പെടാനുള്ള സാധ്യത ഈ വാരം മുന്നിൽ വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയം മനസ്സിൽ വരും. പക്ഷേ പുതിയ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് 2 തവണ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. മറ്റൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പണം നിങ്ങൾ ഇറക്കരുത്. പങ്കാളിത്ത ബിസിനസ്സിലാണെങ്കിൽ കണക്കുകൾ വ്യക്തമായി സൂക്ഷിക്കുക. സൗഹൃദവും ബിസിനസ്സും 2ആയി കാണുന്നതാണ് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലത്. ഇനി സാമ്പത്തിക കാര്യങ്ങളിൽ മീനം രാശിക്കാർക്ക് പണം വരാനുള്ള വഴികൾ തുറക്കുമ്പോഴും ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം കിട്ടുന്നുണ്ട്, പിന്നെ നോക്കാം എന്ന രീതിയിൽ ചിലവാക്കിയാൽ ആഴ്ചയുടെ അവസാനം കയ്യിൽ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ വരാം. അതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടുപകരണങ്ങൾ, യാത്ര, കുട്ടികളുടെ ആവശ്യങ്ങൾ, ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ ചെലവുകളിൽ നിയന്ത്രണം വേണം. അതേസമയം നേരത്തെ കൊടുത്ത പണം തിരികെ കിട്ടാനുള്ള സാധ്യത ഈ വാരം ചിലർക്ക് കാണുന്നു. കുടിശ്ശിക, കമ്മീഷൻ, ശമ്പളവുമായി ബന്ധപ്പെട്ട ബാക്കി, അല്ലെങ്കിൽ മറ്റൊരു സാമ്പത്തിക ഇടപാടിൽ നിന്നുള്ള തുക, ഇതിൽ ഒരു നീക്കം ഈ വാരം പ്രതീക്ഷിക്കാം. പണം സംബന്ധിച്ച ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വന്നാൽ ആഴ്ചയുടെ തുടക്കത്തിലേക്കാൾ മധ്യഭാഗം കൂടുതൽ അനുകൂലമാകും. വീടിൻ്റെ കാര്യങ്ങളിൽ മീനം രാശിക്കാർക്ക് കുടുംബത്തിൽ ചില ദിവസങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് വലിയ പ്രശ്നമായി മാറേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാം മനസ്സിൽ വെച്ച് മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ആഴ്ച അത് കുറയ്ക്കുക. നിങ്ങൾ പറയാതെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകില്ല. വീട്ടിൽ മുതിർന്ന ഒരാളുടെ അഭിപ്രായം ഈ ആഴ്ച നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അവരോട് സംസാരിക്കുക. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി ഒരു പ്രധാന വിഷയം സംസാരിക്കേണ്ടതായി വരാം. ആദ്യം ചെറിയൊരു വാദപ്രതിവാദം ഉണ്ടായാലും പിന്നീട് കാര്യങ്ങൾ ശാന്തമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു ആലോചന മുന്നോട്ട് വരാം.
പക്ഷേ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ കുടുംബത്തിൻ്റെ അഭിപ്രായവും വ്യക്തിയുടെ സ്വഭാവവും മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. പ്രണയബന്ധത്തിൽ ഉള്ളവർക്ക് ഈ ആഴ്ച കുറച്ച് വികാരാധീനനായി മാറേണ്ട സമയമാണ്. പഴയൊരു സംഭവം വീണ്ടും സംസാരത്തിലേക്ക് വരാം. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയാതെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. മീനം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറയാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. പഠിക്കാൻ ഇരുന്നിട്ട് മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറുന്നുണ്ടെങ്കിൽ ഒരു സമയക്രമം ഉണ്ടാക്കുക. പരീക്ഷ, ഇൻ്റർവ്യൂ, പ്രൊജക്ട്, അപേക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ലൊരു അവസരം ലഭിക്കുന്നവർ ഈ വാരം ഉണ്ടാകാം. അവസാന നിമിഷത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കരുത്. വിദേശയാത്രയോ വിദേശ പഠനമോ ആലോചിക്കുന്നവർക്ക് രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഈ വാരം ഉണ്ടാകാം. നേരത്തെ മുടങ്ങിയ അപേക്ഷ വീണ്ടും പരിശോധിക്കേണ്ടതായി വരാം. യാത്ര ചെയ്യുന്നവർ രേഖകളും പണവും ഫോൺ പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷിക്കുക. ഇനി മീനം രാശിയിലെ നക്ഷത്രക്കാരുടെ ഫലം പ്രത്യേകം നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഒരു തീരുമാനം എടുക്കേണ്ടതായി വരാം. നിങ്ങൾ ഏറെക്കാലമായി നീട്ടിവെച്ച കാര്യം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വരാം. ജോലിയിൽ ഒരു പുതിയ ചുമതല ലഭിക്കാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ഈ വാരം പ്രതീക്ഷിക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പഴയ ബന്ധങ്ങൾ സഹായകരമാകും. മുമ്പ് പരിചയപ്പെട്ട ഒരാളിൽ നിന്ന് ഒരു അവസരമോ വിവരമോ ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. കുടുംബത്തിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു മറുപടി ഈ വാരം ലഭിക്കാം. എന്നാൽ പെട്ടെന്നുള്ള ചെലവുകളിൽ ഈ വാരം ശ്രദ്ധ വേണം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പ്രത്യേകിച്ച് ആശയ വിനിമയത്തിൽ നേട്ടം കാണുന്നു. ഫോൺ കോൾ, മെസ്സേജ്, ഇൻ്റർവ്യൂ, മീറ്റിംഗ് എന്നിവ വഴി ഒരു പുതിയ വാതിൽ നിങ്ങൾക്ക് തുറക്കപ്പെടാം. ദൂരെയുള്ള ഒരാളുമായി ബന്ധപ്പെട്ട വാർത്തയും ഈ വാരം വരാം. എന്നാൽ ഒരു കരാറോ രേഖയോ ഒപ്പിടുന്നതിന് മുമ്പ് മുഴുവൻ വായിക്കുക. മീനം രാശിക്കാരെ, ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന മാറ്റം വരാൻ ഈ വാരം സാധ്യത ഉണ്ട്. പക്ഷേ അതിനെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വലിയ അവസരമാണെന്ന് തോന്നും. എന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റം തുടങ്ങുന്നത് പലപ്പോഴും ഒരു ചെറിയ ഫോൺ കോളിൽ നിന്നോ ഒരു പരിചയത്തിൽ നിന്നോ ഒരു തീരുമാനത്തിൽ നിന്നോ ആയിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുമ്പോൾ അവഗണിക്കരുത്. പ്രത്യേകിച്ച് ജോലി, ബിസിനസ്, സാമ്പത്തിക കാര്യം എന്നിവയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ക്ഷീണം എന്നിവ നിങ്ങൾ അവഗണിക്കരുത്. വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണക്രമത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ശരീരത്തിന് നിങ്ങൾ വിശ്രമം നൽകുക. ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായാലും മധ്യത്തോടെ കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങും. ആഴ്ചയുടെ അവസാന ദിനങ്ങളിലാണ് കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുക. ഈ ആഴ്ച മീനം രാശിക്കാർക്ക് അനുകൂലമായി കാണാവുന്ന ദിവസം വ്യാഴാഴ്ചയാണ്. ഭാഗ്യനിറമായി മഞ്ഞയും ഇളം പച്ചയും. ഭാഗ്യസംഖ്യ 3. ഇനി ഒരു ചെറിയ പ്രാർത്ഥന കൂടി. വ്യാഴാഴ്ച രാവിലെ കഴിയുമെങ്കിൽ ഗുരുവിനെ സ്മരിച്ച് ഒരു വിളക്ക് തെളിയിക്കുക. ഓം ഗുരവേ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുന്നതും ശുഭഫലം നൽകും. മനസ്സിലുള്ള വിഷമങ്ങൾ കുറച്ച് ശാന്തമായി പ്രാർത്ഥിക്കുക. മീനം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളോട് പറയാനുള്ള അവസാന കാര്യം, മുടങ്ങിയതുകൊണ്ട് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. ചില കാര്യങ്ങൾ വൈകുന്നത് അതിന് ശരിയായ സമയം വരാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വഴി തുറക്കുമ്പോൾ ഭയന്ന് പിന്നോട്ടു പോകരുത്. അതേസമയം കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻറ്റിൽ എഴുതൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള കാര്യം എന്താണെന്ന് തുറന്നു പറയാം. ജ്യോതിർവാണി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഈശ്വരാനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.